വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിംഗ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ്. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഇന്നും 7th ഡേ അപ്സൈഡിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. വളരെയേറെ നല്ല റിസർച്ച് റിപ്പോർട്ടുകൾ പല ബ്രോക്കിംഗ് ഫേമുകളും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചും പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട് UBSന്റെ റിപ്പോർട്ടാണ്. അതിൽ FMCG സെക്ടറിനെയാണ് പ്രതിപാദിക്കുന്നത്. FMCG സെക്ടറിനെ കുറിച്ച് UBS പറയുന്നത് 2026 അതായത് ഈ സാമ്പത്തിക വർഷത്തിൽ വളരെയേറെ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറായിട്ടാണ്. വർഷങ്ങളായിട്ട് ചെറിയ രീതിയിലുള്ള റിട്ടേൺ മാത്രമാണ് ഈ സെക്ടറിൽ കമ്പനികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു കാരണമായിട്ട് പറയുന്നത് 2026 ഏകദേശം 13% ഏർണിംഗ് ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയുണ്ട് ഈ FMCG കമ്പനികൾ എന്നുള്ളതാണ്. 2025 പൊതുവെ വീക്ക് ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു FMCG കമ്പനികളെ സംബന്ധിച്ചിട്ട്. 2-3 കാരണങ്ങളാണ് അതിനായിട്ട് അവർ പറയുന്നത്. ഒന്ന്, പൊട്ടൻഷ്യൽ ഇൻകം സ്റ്റിമുലസ്, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിരിക്കുന്ന ടാക്സ് ഇളവുകൾ സ്വാഭാവികമായിട്ടും ഇൻകം കൂട്ടുന്നതിനും അതുപോലെ തന്നെ അത് കൂടുതലായിട്ട് ജനങ്ങളെ സ്പെൻഡ് ചെയ്യുന്നതിലേക്കും കാരണം കൊണ്ടെത്തിക്കും. അതുവഴി FMCG കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ അനുമാനം. രണ്ടാമത്തത്, FMCG കമ്പനികളുടെ സ്റ്റോക്കുകളുടെ വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കറക്ഷൻ നേരിട്ടിട്ടുണ്ട്. സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 35% എങ്കിലും കറക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാല്യൂഷൻ വൈസ് നോക്കുമ്പോൾ. മാത്രമല്ല ഇതൊരു ഡിഫൻസീവ് പ്ലേ ആണ്. സാധാരണയായിട്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് ഡിഫൻസീവ് പ്ലേ എന്ന രീതിയിലാണ് സാധാരണ FMCG കമ്പനികൾ വാങ്ങാറുള്ളത്. കാരണം ഈ കമ്പനികളുടെ ഇൻകത്തിൽ എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും. കാരണം ആൾക്കാർ എന്ത് കഴിഞ്ഞാലും FMCG സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ സ്ഥിരത കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടർ കൂടി ആയതുകൊണ്ട് ഡിഫൻസീവ് കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. അത് ആ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. റിസ്ക് ടോളറൻസ് വളരെ കുറവായിരിക്കും ഈ ഒരു സെഗ്മെന്റിന് എന്നുള്ളതാണ്. അതായത് റിസ്ക് വളരെ കുറവായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കുന്ന ഒരു സെക്ടറായിട്ട് FMCG തുടരും 2026 എന്നാണ് UBS പറയുന്നത്. ഇവരുടെ പ്രിഫേർഡ് ബെറ്റായിട്ട് പറയുന്നത് ഒന്ന് ഡിമാർട്ടാണ്. ഡിമാർട്ടും അതുപോലെ തന്നെ ട്രെൻഡ്, ടാറ്റയുടെ ട്രെൻഡ്, അതുപോലെ തന്നെ ഡിമാർട്ട്, ഈ 2 കമ്പനികളിൽ നല്ല രീതിയിലുള്ള വർധന വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇൻകം സ്റ്റിമുലസ് വന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ മറ്റൊരു ടേൺ അറൌണ്ട് സ്റ്റോറി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും മറിച്ച് ഒരു മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സെക്ടറായിട്ട് വരുന്ന HUL-ഉം അതുപോലെ തന്നെ ഗോദ്രേജ് കൺസ്യൂമറുമാണ്. ഈ 2 കമ്പനികളിലും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. കോൾഗേറ്റും ബ്രിട്ടാനിയ അവരൊരു ഇൻഫ്ലെക്ഷൻ പോയിന്റിലാണ്. അവരുടെ ഏർണിംഗ് ഗ്രോത്ത് ഈ വർഷം ഉണ്ടാകും. ഈ 2 കമ്പനികളെ കുറിച്ചും അതാണ് UBS അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.